വിയറ്റ്നാം അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം എത്തിക്കുന്നത് വൈകും. മൃതദേഹം ഇന്ന് എത്തിക്കില്ല എന്ന് വിദേശ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നാളെയോ മറ്റന്നാളോ മൃതദേഹം എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കൊട്ടാരക്കരയിലെ എ.സി. തോമസിന്റെയും ലൊവേനിയുടെയും വീട്ടിൽ നിന്ന് എ.വി. ജയശങ്കർ നമ്മളോടൊപ്പം ചേരുകയാണ്. ജയശങ്കർ, കൊട്ടാരക്കര സ്വദേശികളായ 2 പേരുൾപ്പെടെ 15 ഇന്ത്യൻ പൗരന്മാരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇന്ന് മൃതദേഹം എത്തിക്കും എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി വീട്ടുകാരെ അറിയിക്കുന്നത് എന്തൊക്കെയാണ്? അതായത് മധു, ഈ വിയറ്റ്നാമിൽ ഈ അപകടം ഇന്ത്യക്കാകെ വിഷമമായി. ഒപ്പം കേരളത്തെയും പ്രത്യേകിച്ച് കൊട്ടാരക്കരയെ സംബന്ധിച്ചും വലിയ വിഷമമാണ്. കാരണം ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ടൂർ പോയ 2 ആളുകളുടെ മരണവാർത്തയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തിയത്. കൊട്ടാരക്കര സ്വദേശിയായ എ.സി. തോമസിൻ്റെയും ഒപ്പം തന്നെ ലവോനി തോമസിൻ്റെയും മരണവാർത്തയാണ് വൈകിട്ടോടുകൂടി കുടുംബത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും ഇന്ന് വീട്ടിലേക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വരുന്നത്. ഇന്നലെ മന്ത്രി ബിന്ദു കൃഷ്ണയും കൊടുക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. ഇന്നെന്തായാലും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത്. കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എംബസിയിൽ നിന്ന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ബുധനാഴ്ചയോടുകൂടി ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊരു അറിയിപ്പാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് അവർ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അവരുടെ അടുത്ത ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കിങ്ങനെ ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടി എംബസിയിൽ നിന്ന്? ഇന്ന് പ്രോപ്പറായിട്ടുള്ളതൊന്നും വന്നിട്ടില്ല. ഇപ്പം നമുക്ക് അവർ നാളെ വൈകുന്നേരം ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നാളെ വൈകുന്നേരത്തേക്ക് കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക്. അപ്പം നമുക്ക് എന്നാലും വന്നാലും നമുക്ക് എന്തായാലും വൈകുന്നേരം ഒരു 7 മണി 5 മണി 6 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പർ അപ്ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എംബാമിംഗ് ഒക്കെ കഴിഞ്ഞു. എംബാമിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് വേറെ എന്തോ ഈ ചെറിയ എന്തോ പ്രൊസീജിയേഴ്സൊക്കെ കുറേ ബാലൻസ് ഉണ്ട്. അപ്പം ഗവൺമെൻറ് നമ്മളിപ്പം അതിൻ്റെ റിസീവ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും മധു, കുടുംബത്തെ സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളില്ല. പക്ഷേ അവർക്ക് ചില അപ്ഡേറ്റുകളും മറ്റും ലഭിക്കുന്നുണ്ട്. അതായത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് എംബസി അധികൃതർ അവരോട് പറഞ്ഞു. പരമാവധി ബുധനാഴ്ചയ്ക്കുള്ളിൽ ഈ 2 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള തരത്തിലാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് ഭൗതികദേഹങ്ങൾ എത്തിക്കാനുള്ള വിമാനത്തിലെ ഒരു യാത്രാ പരിമിതിയാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എംബസികൾ വേണ്ട രീതിയിൽ നിലവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് വലിയ വിഷമമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി വളരെ സന്തോഷകരമായിരുന്ന ഒരു വീട് അതൊരു മരണ വീടായി മാറുകയായിരുന്നു. ഏകദേശം ഒരു മെഡിക്കൽ ഹോൾസെയിൽ ബിസിനസ് സ്ഥാപനം ഉടമകളാണ് ഇരുവരും. ഏകദേശം 200-ലധികം ജീവനക്കാരുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. പ്രത്യേകിച്ച് കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് വലിയ വിഷമമാണ് ഈ മരണം ഉണ്ടാക്കിയത്. എന്തായാലും ഇന്ന് വീട്ടിലേക്ക് വളരെ അടുത്ത ബന്ധുക്കളും ആളുകളൊക്കെ തന്നെയാണ് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോഴും ആ ഒരു ഞെട്ടൽ ആളുകളെ സംബന്ധിച്ച് മാറിയിട്ടില്ല. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചല്ല വിയറ്റ്നാമിലേക്ക് പോയത്. ഒരു വിനോദയാത്രയായിരുന്നു ആ യാത്ര. പക്ഷേ ഇങ്ങനെ ആയി മാറിയതിൽ ഒരു വിഷമം, ആ ഞെട്ടൽ എല്ലാവർക്കും ഉണ്ട്. എന്തായാലും പരമാവധി ബുധനാഴ്ചയ്ക്കുള്ളിൽ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തുമെന്നാണ് നിലവിൽ എംബസിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇനി എന്തായാലും ബാക്കി വിദേശകാര്യ മന്ത്രാലയവും മറ്റും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ വിമാനങ്ങൾ, ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണുള്ള ഒരു പ്രതിസന്ധിയാണ് കാണുന്നത്. കാരണം ഇത്രയും മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരേണ്ട സാഹചര്യം കൂടിയുള്ളതിനാൽ വിമാനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് എത്തിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയം മറ്റും നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ബന്ധപ്പെട്ട എംബസികൾക്കും മറ്റും നൽകിയിട്ടുമുണ്ട്. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വിയറ്റ്നാമിലെ ബോട്ട് അപകടം, ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് 15ഓളം ഇന്ത്യക്കാരെയാണ്. നമ്മുടെ കൊട്ടാരക്കര സ്വദേശികളായ 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇന്ന് മൃതദേഹം എത്തിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ചില പരിമിതികളുണ്ട്. മൃതദേഹം നാളെയോ മറ്റന്നാളോ ആയി എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്.